ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഔട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. നമ്മുടെ കോട്ടയത്ത് നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട് കേട്ടോ, ചെമ്മാച്ചൻ പാർക്ക് എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പം ആ പാർക്കിൽ പോയ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയാണ് കൗണ്ടറിൽ നമ്മൾ 50 രൂപയാണ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ പാർക്കിലോട്ട് എൻട്രി ചെയ്യുവാണ്. ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായോ. മമ്മിയുടെ അനിയത്തി ഡേസി ആൻറ്റി, പിന്നെ ഞങ്ങൾ ഇച്ചാനും കൊച്ചും, ഞങ്ങൾ 5 പേരോടെയാണ് കേട്ടോ പാർക്കിൽ പോയത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ 2 സൈഡിലും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. 2 സൈഡിലും മൊത്തം ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. അപ്പം നല്ല വേനലാണെങ്കിലും നല്ല അവർ വെള്ളമൊക്കെ നനച്ച് നന്നായിട്ട് ഒക്കെ ഉഷാറായിട്ട് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നല്ല പൂക്കൾ, എല്ലാ ചെടിച്ചട്ടിയിലും തന്നെ പൂക്കളുണ്ട്. പിന്നെ ഓരോരോ സ്റ്റാച്യൂസ് ഇങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. വെറൈറ്റി ഓഫ് പ്രാവുകളാണ് കേട്ടോ. നമുക്ക് എന്തുമാത്രം പ്രാവുകളാണ്, പല കളറിൽ, പല ഷേപ്പിൽ, പല മോഡൽ പ്രാവുകളാണ് കേട്ടോ. നല്ല ഭംഗി, ഞങ്ങൾക്കുള്ള വെള്ളവും തീറ്റയും എല്ലാം കൂട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രസം, ഒരു വലിയ കൂട് നിറച്ചും പ്രാവുകളാണ് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണാവുന്നതാണ് കേട്ടോ ഈ പ്രാവുകളെ. ഇവിടെ കുറേ മുയലുകളാണ് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഗിനിക്കോഴി എന്ന് പറയുന്നത്. 2 ഗിനിക്കോഴികളുണ്ട് കേട്ടോ. നല്ല പുള്ളിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അതിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്തൊരു ഐറ്റമാണ് കൽഗം എന്നാണ് പറയുന്നത്. ഒരു നീണ്ട കഴുത്തും ചുണ്ടും ഒക്കെ ആയിട്ട് ഒരു സാധനം, അത് കൊത്തുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഒത്തിരി പോയതായിട്ട് അത് എല്ലാത്തിനുമുള്ള തീറ്റയും പിന്നെ വെള്ളവും ഒക്കെ അവർ കൂടുതൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും മരങ്ങളാണ് കേട്ടോ. ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ട് നല്ല കാറ്റാണ്. നമ്മൾ പിന്നെ വെയിലൊന്നും അറിയില്ല, നല്ല ഭംഗിയുള്ള കാറ്റ് വരും. നല്ല സുഖമാണ് നമുക്ക് ആ കാറ്റ് നമ്മുടെ ശരീരത്തോട്ട് അടിക്കുമ്പോൾ കേട്ടോ. നമ്മളിങ്ങനെ നടന്നങ്ങ് പോവുകയാണ്. അതിനപ്പുറത്തായിട്ട് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതൊരു വലിയ മീൻകുളമാണ് കേട്ടോ. ഇഷ്ടം പോലെ മീനുകളുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ മീൻ തീറ്റ കിട്ടും. 10 രൂപയാണ് മീൻ തീറ്റയ്ക്ക്. നമുക്ക് വേണമെങ്കിൽ മീൻ തീറ്റയൊക്കെ മേടിച്ച് മീനിട്ട് കൊടുക്കാം. അന്നേരം എല്ലാം ഇങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടി പൊങ്ങി വരും കേട്ടോ. നല്ല വെറൈറ്റി റെഡ് കളറും വൈറ്റ് കളറും ഒക്കെയുള്ള ഇഷ്ടം പോലെ മീനുകളുണ്ട്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുമാണ് കേട്ടോ. വലിയ മീനുകൾ തൊട്ട് കുഞ്ഞു മീനുകൾ വരെയുണ്ട്. പിന്നെ ഒരു വലിയ മീൻകുളം, അതിങ്ങനെ ചുറ്റും അവർ മതിലൊക്കെ കെട്ടി സുരക്ഷിതമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ നിന്നാൽ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. ഇങ്ങനെ മീനുകൾ ഇങ്ങനെ വരുന്നത് പോകുന്നത് നോക്കിക്കൊണ്ടേയിരിക്കും.
യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോട്ട് ജേണിക്കുള്ള ബോട്ടുകളാണ് കിടക്കുന്നത്. 3 ബോട്ടുകളുണ്ട്. നമ്മൾ അതിന് സെപ്പറേറ്റ് പേ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 100-150 രൂപ കൊണ്ടാണ്. അറിയാം, ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോഴൊക്കെ ബോട്ട് യാത്രയ്ക്ക് പോയിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, പിന്നെ അങ്ങനെ റിസ്ക് ആയതുകൊണ്ട് നമ്മളങ്ങനെ ബോട്ട് യാത്രയ്ക്കൊന്നും പോയില്ല, ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ യമു എന്ന് പറയുന്ന പക്ഷി. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വലിയ ഓട്ടോ പക്ഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വലിപ്പം കൂടിയ പക്ഷിയാണ്. അത് 3 എണ്ണം ഉണ്ട്. നമ്മൾ തീറ്റയൊക്കെ പുല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വാ പൊളിച്ച് കഴിച്ചോളൂ കേട്ടോ. ഇതൊരു കുഞ്ഞു താമരക്കുളമാണ് കേട്ടോ. താമരപ്പൂക്കളുണ്ട്, പക്ഷേ ഒരുമാതിരി വാടിയൊക്കെ നിൽക്കുമായിരുന്നു. നിറച്ചുമുണ്ട് താമരപ്പൂക്കൾ. നമുക്കൊരു പിന്നെ വേനലായതുകൊണ്ട് അതിൻ്റേതായ റിഫ്ലക്ഷനൊക്കെ ആ പൂക്കളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മളങ്ങ് ചെല്ലുമ്പോൾ ഇവിടെ കാടക്കോഴി കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ് കേട്ടോ. കാടക്കോഴികളുണ്ട്, കുറേ ഉണ്ട് കുഞ്ഞുങ്ങൾ. നമുക്കത് ഇവിടെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് വിലയ്ക്ക് മേടിക്കാം കേട്ടോ. നമുക്ക് അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് വിലയ്ക്ക് വാങ്ങാം ആവശ്യമുള്ളവർക്ക്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. ഒത്തിരി സ്റ്റാഫുകളുണ്ട്, അവരോട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരും.
ഇതുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്നതൊക്കെ വെറൈറ്റി ഓഫ് ചെടികളാണ് കേട്ടോ. ഇത് നമുക്ക് ഓരോ മരങ്ങളും ഒക്കെ നമുക്കത് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അവിടെ വെച്ചേക്കുന്നതാണ്. പ്ലാവും മാവും തെങ്ങും നാരകവും ഓറഞ്ചും ആഫ്രിക്കൻ ഓറഞ്ചും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇനി ഇതാണ് കാർഷിക മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കർഷകർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളില്ലേ, അങ്ങനെ ചർക്ക കലപ്പ ഒരുപാട് സാധനങ്ങൾ അവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്തത്, ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ലാത്തത് ഒരുപാട് പുരാവസ്തുക്കൾ അവിടെ വെച്ചിട്ടുണ്ട് അവർ. അതെല്ലാം ഓരോന്ന് അവർ പേരെഴുതി എല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മെതിയടി, ചങ്ങഴി, നാഴി, കിണ്ടി, ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മൾ കിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ പണ്ട് ഉപയോഗിച്ചിരുന്ന പറ, ഒരുപാട് സാധനങ്ങൾ, കലപ്പ, ഒത്തിരി അവർ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. പഴയ പുരാതനമായ വസ്തുക്കളുടെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതോരോ പത്രക്കട്ടിങ്ങുകളും അവരുടെ ചില പുസ്തകങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും അങ്ങനെ ജോയിച്ച മാച്ചിലെ ആൾക്കാർ വന്ന കാര്യങ്ങളും ഫോട്ടോസും അങ്ങനെയൊക്കെയുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളിതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നമ്മളിനി അടുത്തത് പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. അടിപൊളി ഫുഡാണ്, നല്ല ചൈനീസൊക്കെ കിട്ടും. അപ്പം ദേടാപ്പി ഒരു കോലുമിഠായൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ചിക്കൻ നൂഡിൽസും കപ്പ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വീട്ടിൽ നിന്ന് തൊട്ടേ ഞാൻ പറഞ്ഞിട്ടാണ് വന്നേട്ടോ എനിക്ക് ചിക്കൻ നൂഡിൽസ് വേണമെന്ന്. നല്ല ടേസ്റ്റായിരുന്നു. ചൈനീസ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ വെളിയിലോട്ട് പോവുകയാണ്. ഇനി ഏടാപ്പിയുടെ സാമ്രാജ്യത്തിലോട്ട് പോവുകയാണ്, പാർക്ക്. ഇതിനെ നേരെ അങ്ങ് ചെല്ലുന്ന പാർക്കിലോണ്ടാണ് കേട്ടോ. അവന് ഒത്തിരി പ്രാവശ്യം പന്തേക്കുന്നതുകൊണ്ട് അവർ വഴിയൊക്കെ അറിയാം, ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അവൻ തന്നെ അങ്ങ് കയറി പോവുകയാണ് പാർക്കിലോട്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ കുഞ്ഞു പാർക്ക്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. ചെന്നതേ ആശാൻ ചെരുപ്പൊക്കെ ഊരി അവൻ്റേതായ കളികൾ തുടങ്ങി കേട്ടോ.
എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഒരു ഗുഹ പോലുള്ളൊരു പ്ലേസ് ഉണ്ട്, അതിലാണ് നമ്മൾ പുറത്തേക്കുള്ള വഴി. ഏടാപ്പിയെ കണ്ടോ, ഓടി നടന്നവനെ എടുത്തുകൊണ്ടാണ് പോണേ. കാരണം അവൻ ഭയങ്കര ബഹളമായിരുന്നു, എന്ത് ചെയ്താൽ വരത്തില്ലായിരുന്നു കേട്ടോ. പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് പോരുമായിരുന്നു. ഇനി പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാർക്കിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഈവനിങ് സമയമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. പിന്നെ എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ മേടിച്ച് കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കുഴിമന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുട്ടി വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.